ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, സ്ഥിരം കാണുന്നവർ. അപ്പോൾ ഇന്നലെ അത്യാവശ്യം കുറേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസാണ് നടന്നിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നത് അവർക്ക് എല്ലാവർക്കും ടാസ്ക് കൊടുക്കുന്നതാണ്, വീക്കിലി പണിപ്പുരയിലോട്ട് പോകുന്ന ടാസ്ക്. അപ്പോൾ അതിനകത്ത് അതിലേക്ക് വേണ്ടിയിട്ടാണ് റാങ്കിങ് ടാസ്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാങ്കിങ് ടാസ്കിൽ ഒബ്വിയസ്ലി അനീഷ് തന്നെയായിരിക്കും ഫസ്റ്റിലോട്ട് പോവുക എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാണ്. കാരണം എല്ലാത്തിലും എനിക്ക് ആദ്യം വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അനീഷിനുണ്ട്. അപ്പോൾ അത് കാരണം അനീഷ് അതിന് നന്നായിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ളതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എപ്പിസോഡിന് മുമ്പ് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ കുറേ പേര് അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ആ റാങ്കിങ് ടാസ്കിനകത്ത് 1 അവറാണ് കൊടുത്തിരുന്നത് ബിഗ് ബോസ്. പക്ഷേ അത്യാവശ്യം നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. അനീഷ് അതിൽ നിന്ന് ഫസ്റ്റ് റാങ്കിലോട്ട് വേണ്ടി അത്യാവശ്യം നന്നായി ഫൈറ്റ് ഉണ്ടായിരുന്നു. കുറേ നേരം എടുത്തു ആ ഫൈറ്റ് ആർക്കും കൊടുക്കാതിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ ബുദ്ധിപരമായിട്ടുള്ളൊരു എനിക്ക് അപ്പം മനസ്സിലായി. ബുദ്ധിപരമായിട്ട് ഷാനവാസ് ഒന്ന് അവിടെ പ്രവർത്തിച്ചു ഒരു ക്യാപ്റ്റനായ നിലയിൽ. കാരണം ടീംമേറ്റ്സിനോട് പറയുന്നുണ്ട് കുറേ പേരോടൊക്കെ, കാരണം ഇങ്ങനെ തർക്കിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ പെട്ടെന്ന് പോവും, നമുക്കൊരു സാധനവും കിട്ടില്ല. അപ്പോൾ അത് കാരണം ഇതിപ്പം എന്താണെങ്കിലും ജസ്റ്റ് ഒരു റാങ്കിങ് ടാസ്ക്കാണ്, അല്ലാണ്ട് ഇപ്പം ഫിനാലി ഒന്നല്ലല്ലോ അനീഷിന് ഫസ്റ്റ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് ആളോടൊന്ന് ആൾക്ക് ഫസ്റ്റ് കൊടുക്കാം, എന്നാലല്ലേ നമുക്ക് ഫുഡും മറ്റുള്ള ഐറ്റംസും കിട്ടുള്ളൂ, പണിപ്പുരയിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അനീഷിൻ്റെ ഔദാര്യത്തിൽ ഞങ്ങൾക്ക് പോയി ഒന്നും കിട്ടണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ആ ഹൗസ് മേറ്റ്സിൽ മുക്കാൽ ആൾക്കാർക്കും. അത് കാരണം തന്നെ 1 അവറിനകത്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ടാസ്ക് അവിടെ ക്യാൻസലായി പോവുകയാണ്. അങ്ങനെ ഇവർക്ക് വീക്കിലുള്ള ഫസ്റ്റ് പണിപ്പുരയിലോട്ട് പോകാനുള്ളൊരു എൻട്രി അങ്ങനെ ബിഗ് ബോസ് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ മറ്റുള്ള ഹൗസ് മേറ്റ്സ് ചെയ്തത് അവരൊരു ബുദ്ധിയില്ലാത്ത പോലെ കളിച്ച പോലെ തോന്നി. എന്താണെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കണം, പെട്ടെന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫുഡും മറ്റുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോംപ്രമൈസിൽ പോയി ചെയ്യുന്നത് ഇപ്പോൾ ഷാനവാസിൻ്റെ ആ ഒരു ഡിസിഷനിൽ ഞാൻ എഗ്രി ചെയ്യണം. പക്ഷെ മറ്റുള്ളവർക്ക് അതൊരു ഈഗോ പ്രശ്നം, എന്ത് വന്നാലും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അനീഷ് പോവണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പലരും നിന്നു. അത് കാരണം നഷ്ടം അവർക്ക് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ മിക്കവാറും ഈ വീക്കിലി എപ്പിസോഡിൽ ലാലേട്ടൻ അതെന്തായാലും പറയും, ഷുവറാണ്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ബിഗ് ബോസ് എല്ലാവർക്കും വാർണിംഗ് ചെയ്യുന്നതാണ്. ബിഗ് ബോസിൻ്റെ റൂള് തെറ്റിച്ചു, മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലാത്ത ആൾക്കാരുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് നിർത്തി എല്ലാവരും തിരിച്ച് ആരുടെയൊക്കെ കയ്യിലാണോ അവർ തിരിച്ച് അതിൻ്റെ ഓണേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആരുടെയാണോ അവർക്ക് കൊടുത്താലേ പിന്നെ സോറി ബിഗ് ബോസിനോട് പറഞ്ഞാലേ വീണ്ടും ടാസ്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ ബിഗ് ബോസ് നിർത്തി വെച്ചിരിക്കുകയാണെന്നൊക്കെ ബിഗ് ബോസ് അതിനിടയ്ക്ക് അനൗൺസ്മെൻറ്റ് പറഞ്ഞു. അത് ശരിയാണ്, കാരണം ലാലേട്ടൻ വീണ്ടും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്. എസ്പെഷ്യലി ജിസൈലിനോടും പറഞ്ഞു, പിന്നെ അനുമോള് ജയിലിൽ വെച്ചിട്ട് ലിപ് ബാം യൂസ് ചെയ്തതിനും പറഞ്ഞു. എന്നിട്ടും ഇവർ വീണ്ടും കൊടുത്ത ആൾക്കാരും തെറ്റാണ്. കാരണം ആതിരും നൂറിയും പറഞ്ഞത് ഞങ്ങൾ കൊടുത്തു ഫ്രണ്ട്ഷിപ്പിൻ്റെ മേലിൽ, പക്ഷെ അവരും തെറ്റാണ് ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും അവസാനം എല്ലാവരും സോറി പറഞ്ഞ് വീണ്ടും ടാസ്കുകളെല്ലാം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് ഈ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻസാണ്. അപ്പോൾ 6 പേര് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ടിംഗ് അല്ലാണ്ട് അപ്പം പ്രതീക്ഷിക്കാത്ത കുറേ പേര് 6 പേരിൽ പെട്ടു. ഞാൻ സരികയൊന്നും വരുമെന്ന് വിചാരിച്ചതല്ല, സരിക, ഷാരിക, റന, ഫാത്തിമ ഒന്നും വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചല്ല. പക്ഷെ എന്തോതിൽ അവരൊക്കെ വന്നു. അപ്പോൾ ഇപ്പം 6 പേര് വോട്ടിങ്ങിലല്ല, പെർഫോമൻസിൻ്റെ ബേസിലാണ് ഏറ്റവും കുറവുള്ള 2 പേര് എവിക്റ്റ് ആവുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ബിഗ് ബോസ് ലൈവിനകത്ത് അങ്ങനെയൊന്നുമല്ല തോന്നുന്നു പറയുന്നത്. ഇവരെ ഈ 2 പേരെ സീക്രട്ട് റൂമിലോട്ട് മാറ്റും, അങ്ങനെയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. ഞാൻ അങ്ങനെയുള്ള ചില വീഡിയോസൊക്കെ കണ്ടു, അറിയില്ല. അപ്പം നമുക്കിനി വരുന്ന എപ്പിസോഡ്സിലല്ലേ കാണാൻ പറ്റുള്ളൂ എന്താണ് കറക്റ്റ് നടക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ അങ്ങനെയാണ് ഒന്ന് പറഞ്ഞത്. പിന്നെ വരുന്നത് അങ്ങനെ 6 പേരെ ബിഗ് ബോസ് നോമിനേറ്റ് ഇവർ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്തു. പിന്നെ നോർമൽ എവിക്ഷനാണ് വരുന്നത്. നോർമൽ എവിക്ഷനിൽ അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത്തവണത്തെ എവിക്ഷനിൽ വന്നിട്ടുണ്ട്. അക്ബറും ഷാനവാസും ഡയറക്റ്റ് നോമിനേഷനിൽ കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഈ ആഴ്ച. അപ്പോൾ അറിയില്ല, നമുക്ക് ഈ ആഴ്ച അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത്, ഈ ആ ഒരു 6 പേര് ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് അനീഷിന് എത്രത്തോളം സപ്പോർട്ടുണ്ട് ഒരു കോമണറായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അനീഷ് അല്ലാണ്ട് ഇപ്പോൾ വേറെ കുറേ പേര് അവിടെ ഉണ്ട്. ഈ 6 പേരിൽ എത്ര വോട്ട് അവർക്ക് കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരെ വീക്കിലി അല്ല, അവരെ മിഡ് വീക്ക് എവിക്ഷനിലോട്ടാണ് അതിലോട്ട് ഇട്ടത്. കാരണം അവർക്ക് വോട്ടിംഗ് ഇല്ല. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇന്നറിയാൻ പറ്റും എങ്ങനെയാണ് ടാസ്ക്. ഇന്ന് മുതൽ ടാസ്ക് തുടങ്ങും. അപ്പോൾ എനിക്ക് തോന്നുന്നു വെനസ്ഡേ നാളെ ആയിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.